അവിലാൽ വിശുദ്ധ ത്രേസ്യയുടെ ആത്മീയത നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആത്മാവിന് 7 അറകളുണ്ട്. 7ാം തറയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നിൽക്കുന്നത്. ബാഹ്യ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഒരു ആന്തരികതയിലേക്ക്, ആന്തരിക ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമെന്ന് അവിലാൽ വിശുദ്ധ ത്രേസ്യ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആന്തരികത, ആന്തരിക ജീവിതം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ധ്യാനത്തിന് പോകുന്നത്? എല്ലാ വ്യക്തികൾക്കും ധ്യാനത്തിൻ്റെ ലക്ഷ്യം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വിവാഹം നടക്കണം, ജോലി കിട്ടണം, അതുപോലെ തന്നെ രോഗം മാറണം, ബാഹ്യമായ കാര്യങ്ങളല്ല. എന്നാൽ അവിലാൽ വിശുദ്ധ ത്രേസ്യ പറയുകയാണ്, അതിൻ്റെ ആന്തരിക ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ, ആന്തരികതയിലേക്ക് കടന്നു പോകുവാൻ നിനക്ക് ലഭിക്കുന്ന അവസരമാണ് ഓരോ ധ്യാനങ്ങളും. അതുകൊണ്ട് വചനം പറയുന്നേ, ആദ്യം നീ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടി യോജിക്കപ്പെടും. ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന എന്താണ്, എന്തിനു വേണ്ടിയിട്ട് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിലാൽ വിശുദ്ധ ത്രേസ്യ ആത്മാവിന്റെ 7 അറകളിലൂടെ കടന്നുപോയി ഒരു ആന്തരിക ജീവൻ നയിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിച്ച വ്യക്തിയാണ്. 2, അവിലാൽ വിശുദ്ധ ത്രേസ്യ കാണിച്ചു തരികയാണ്, ശുദ്ധീകരണ സ്ഥലം കൂടാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വ്യക്തികൾക്ക് ശിക്ഷാവിധിയില്ല. 3ാമതായി അവിലാൽ വിശുദ്ധ ത്രേസ്യ നമുക്ക് കാണിച്ചു തരികയാണ്, സഭ നവീകരിക്കപ്പെടണം, സന്യാസ ജീവിതങ്ങൾ നവീകരിക്കപ്പെടണം, അത് വിശുദ്ധമായി തീരണം. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ വിശുദ്ധീകരണവും നവീകരണവും സഭയിൽ ഉണ്ടാകണം. അവിലാൽ വിശുദ്ധ ത്രേസ്യ കർമ്മലീത്ത സന്യാസ സമൂഹത്തെ നവീകരിച്ചു എന്നുള്ളത് ഈ കാലഘട്ടത്തിലും സന്യാസ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും വലിയ പ്രചോദനമാണ്.